സൂപ്പർ സ്റ്റാർ എന്ന് കേൾക്കുമ്പോൾ വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ദ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ തലൈവർ രജനീകാന്താണ്. ബട്ട് ഡു യു നോ ഹൂ വാസ് ദ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ഓഫ് തമിഴ് സിനിമ? അൺഫോർച്ചുനേറ്റ്ലി അത് രജനീകാന്ത് അല്ല, MGR അല്ല, ശിവാജി ഗണേശനല്ല. പിന്നാരാ? ഹി ഈസ് MKT, മായവരം കൃഷ്ണസ്വാമി ത്യാഗരാജ ഭാഗവതർ. ഇന്നിപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയുന്നതെന്ന് വെച്ചാൽ, അടുത്തിറങ്ങാൻ പോകുന്ന ദുൽഖർ സൽമാൻ സിനിമയായിട്ടുള്ള കാന്തയുടെ പ്ലോട്ട് ഈ ത്യാഗരാജ ഭാഗവതരുടെ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്നുള്ളൊരു ടോക്കുണ്ട്. ഏർലി തമിഴ് സിനിമയുടെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു MKT ആൻഡ് NS കൃഷ്ണൻ, ചാർലി ചാപ്ലിൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന കൊമേഡിയനും. അതേ സമയത്ത് തന്നെ നടന്മാരുടെയും നടിമാരുടെയൊക്കെ പേടി സ്വപ്നമായിരുന്ന ഒരു ഫിലിം ജേർണലിസ്റ്റും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, CN ലക്ഷ്മികാന്തൻ. പുള്ളി തന്നെ തുടങ്ങിയ സിനിമ തൂത്ത് എന്ന മാഗസിൻ കോളംസിൽ നടന്മാരുടെയും നടിമാരുടെയൊക്കെ പേഴ്സണൽ ലൈഫ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് എഴുതുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ മെയിൻ പരിപാടി. കുറേ പേര് പുള്ളിയെ കാശ് കൊടുത്ത് ഒതുക്കി. എന്നാൽ MKTയും NS കൃഷ്ണനും പ്രൊഡ്യൂസറായിട്ടുള്ള SM ശ്രീരാമൻ നായിഡുവും ചേർന്ന് അന്നത്തെ മദ്രാസ് ഗവർണർക്ക് ഒരു മെമ്മറാൻഡം കൊടുത്ത് CN ലക്ഷ്മികാന്തന്റെ മാഗസിൻ ലൈസൻസ് റദ്ദാക്കി. പുള്ളിയെ കംപ്ലീറ്റ്ലി പൂട്ടി. പക്ഷെ പുള്ളി അതിലൊന്നും തളർന്നില്ല. ആൾക്ക് വാശിയായി. തനിക്കിട്ട് പണി വന്ന NS കൃഷ്ണനെയും MKTയെയും ശ്രീരാമൻ നായിഡുവിനെയും എല്ലാം പുള്ളി പുതിയൊരു മാഗസിൻ തുടങ്ങി അതിലൂടെ എഴുതി നാറ്റിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഓൺ 8 നവംബർ 1944 ലക്ഷ്മികാന്തൻ അയാളുടെ ഒരു ഫ്രണ്ടിനെ കണ്ട് വീട്ടിലോട്ട് തിരിച്ചു മടങ്ങുന്ന വഴിക്ക് ഒരു സംഘം അയാളെ ആക്രമിക്കാനായി വളഞ്ഞു. ആ വന്നവരിൽ ഒരാൾ അയാളെ കത്തി കൊണ്ട് കുത്തുകൊണ്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ലക്ഷ്മികാന്തനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അയാളുടെ ഫ്രണ്ട് ശ്രമിച്ചു. പക്ഷേ പോകുന്ന വഴിക്ക് ആ കൂട്ടുകാരനോട് തന്നെ റിക്വസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെത്തി അയാൾക്ക് എന്താ സംഭവിച്ചെന്നുള്ള മൊഴി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാണ് ലക്ഷ്മികാന്തൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഹി ഡൈഡ്. പോലീസ് 6 പേരെ അറസ്റ്റ് ചെയ്തു, ഇൻക്ലൂഡിംഗ് MKT, NS കൃഷ്ണൻ ആൻഡ് SM ശ്രീരാമൻ നായിഡു. അതിൽ ശ്രീരാമൻ നായിഡുവിനെ വെറുതെ വിട്ടയച്ചു. NS കൃഷ്ണൻ ആൻഡ് MKT നെക്സ്റ്റ് 3 years ഇൻ ജയിൽ. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം MKT ചെയ്ത മിക്ക പടങ്ങളും ഒന്നുകിൽ ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പ്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ലക്ഷ്മികാന്തന്റെ കില്ലർ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് റിലീസായ പോസ്റ്റർ കാണുന്നത് വരെയും ഞാൻ വിചാരിച്ചിരുന്നത് തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള MKT ആയിട്ടായിരിക്കും കാന്തയിൽ ദുൽഖർ സൽമാൻ വരുന്നതെന്നായിരുന്നു. പക്ഷെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സംശയം, ഇതിനി CN ലക്ഷ്മികാന്തനാണോ അതോ MKT ആണോ? എനിവേ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പടം കണ്ടു തന്നെ അറിയാം. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല കഥ. പക്ഷേ CN ലക്ഷ്മികാന്തൻ്റെയും MKTയുടെയും കഥ സിനിമയായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.